എന്റെ ടിനിയണ്ണനെ കണ്ട? എന്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി എത്ര വർഷമായിട്ട് എന്റെ ആഗ്രഹം എന്നറിയോ? എന്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്നുവരെ ഞാൻ തളർന്ന് ഞാനാണ. എന്റെ ടിനിയണ്ണനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? എന്റെ ടിനിയണ്ണ ഇവിടെ വരുമോന്ന് പറഞ്ഞ് എന്റെ ടിനിയണ്ണ കാണാൻ പറ്റുമോ? നിങ്ങൾ ആരാ മനസ്സിലായില്ല ഞങ്ങക്ക്? കുഞ്ഞിക്കണ്ണൻ. നിങ്ങളെ ടിനിയണ്ണനെ കാണാൻ വന്നതാണെങ്കിൽ അത് ടിനിയണ്ണൻ ഉള്ളടത്ത് പോയി കാണണ്ടേ? ടിനിയണ്ണ കാണാമെന്ന് എനിക്ക് ചിറകില്ലല്ലോ, പുള്ളി എപ്പോഴും യാറില്ലല്ലേ, മറന്നല്ലേ. ഇവിടെ വരുമെന്നൊന്ന് കാണാൻ പറ്റുമോ? ടിനിയണ്ണനെ ഒന്ന് കാണിച്ചേരാ, എവിടെന്നെങ്കിലും ഒന്ന് കാണിച്ചേരാൻ പറ്റുമോ ടിനിയണ്ണനെ? ടിനിയണ്ണൻ വന്നല്ല. നിങ്ങളാരാണ്? അപ്പൊ എന്നെ അറിയില്ലേ? ഞാനാണ് ട്രോളർ സാബു. എല്ലാരും വിളിക്കുന്നത് നിമിഷ ട്രോളർ സാബു എന്ന് വിളിക്കുന്നു. മനസ്സിലായില്ല. ആരെങ്കിലും എന്നെ ഒക്കെ ഒന്നും ചിരിച്ചില്ല, അപ്പൊ ഞാൻ ട്രോള് പോയി. പിന്നെ എനിക്ക് ടിനിയണ്ണനെ കാണണം. എനിക്ക് ടിനിയണ്ണനെ കാണാൻ പറ്റും. നീ പറഞ്ഞോ, നീ എന്നെ കൊഞ്ഞനെ കുത്തണ എന്തിനാ? എന്റെ ടിനിയണ്ണനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ നടന്നു. നീ നിർത്തിക്കേ. എനിക്കിത് കണ്ടിട്ട് വേറെ എന്തോ പോലെ മറ്റിങ്ങനെ കീ കൊടുക്കുമ്പോ ഇങ്ങനെ കൊട്ടണ പാവയില്ല. ഇങ്ങനെ നീ ആരാ ശരിക്കും? കുഞ്ഞിക്കണ്ണ, ഞാൻ തിരുവനന്തപുരത്തുനിന്ന് എന്റെ ടിനിയണ്ണ അറിയോ നിങ്ങൾക്ക്? എന്റെ ടിനിയണ്ണ ആരാന്നറിയോ? എന്റെ ടിനിയണ്ണ ചെയ്യും പോലെ നടന്മാരെ സൗണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്റെ ടിനിയണ്ണ മമ്മൂട്ടിനെയും ചെയ്യും, അമിതാഭ് ബച്ചനെയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? രണ്ടും ഒരുപോലെ ഇരിക്കും. എന്റെ ടിനിയണ്ണ ഇതെന്താ കയ്യില്? എന്തിനുള്ളത്? ഞാൻ എല്ലാ പാവങ്ങൾക്കും ആഹാരം മേടിച്ചു കൊടുക്കുന്നു. നമുക്കതൊക്കെ അല്ലേ എണ്ണ പറ്റുമോ? നിന്റെ യാത്ര തുടങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അന്നേരം 150 വട ഉണ്ടായിരുന്നല്ലോ, ബാക്കി എന്ത് ചെയ്യും? ഒരു പാവപ്പെട്ട നടന്ന് തളർന്നു വന്നപ്പോ അവന് കൊടുത്ത്. ആര്? കുഞ്ഞിക്കണ്ണൻ എന്ന് പറഞ്ഞ പാവാണ് അവന് കൊടുത്തത്. വട മൊത്തം നീ തിന്നാ? നിക്ക് ഞാൻ പറയാ. നിനക്ക് കല്യാണം കഴിഞ്ഞാ? നമ്മക്കൊക്കെ ആര്? നമ്മക്കല്ല, നിനക്ക്. എനിക്കൊക്കെ എപ്പോ വേണമെങ്കിലും പെണ്ണ് കിട്ടും. ഞാൻ ഇപ്പൊ വേണേ പെണ്ണ് കാണിച്ചു തരാം. പെണ്ണ് കിട്ടുമല്ലെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ആ ബ്ലാക്ക് ഡ്രസ് ഇട്ടിരിക്കുന്ന പെങ്കുച്ചില്ലേ, മേളിന്ന് രണ്ടാമത്തെ റോയിലിരിക്കുന്നു, ആ കേളിയായിട്ടുള്ള മുടിയില്ലേ, ഈ പുള്ളിയാ. കണ്ണ് നല്ല മാൻപേടയുടെ കണ്ണാ. ചിരിയാണെങ്കിൽ എന്റെ പൊന്നെന്താ. ഹലോ, ഒരുപാട് പറഞ്ഞിക്കല്ലേ, കോടതിയുടെ നിയമമാണ്, അകത്ത് പോകട്ടെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? എനിക്കിതൊക്കെ അറിയാൻ പണ്ട. ഞാൻ ആരാണ്? ഞാൻ എന്റെ പൊന്നിട്ട് എനിച്ചാട്ടാ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ട് ഈ സാധനത്തെ ഒന്ന് വിളിച്ചോണ്ട് പോവോ? നമസ്കാരം. നമസ്കാരം. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന? പിന്നെ ഞാൻ പറഞ്ഞു വന്നില്ലേ? അത് മനസ്സിലായി, ഒത്തിരി ദൂരത്ത് വന്നെന്ന് മനസ്സിലായി. അതെ, ഒരു ചെറുക്കൻ ഇവിടെ വന്നിട്ട് ഭയങ്കര ശല്യം. ചേട്ടന്റെ കട്ട ഫാനാണ്. എന്റെ ഫാനാ? പിന്നെ എപ്പോ തൊട്ട് തുടങ്ങി എനിക്ക് ചേട്ടനെ കാണണം. ബഹളം. എവിടെ? ഒന്ന് സമാധാനിപ്പിച്ചേക്ക്. കുഴപ്പമില്ല. ഞാനേ കണ്ടുള്ളൂ. എന്ത്? ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാനും കണ്ടായിരുന്നു. എന്ത്? ഒരു പാഴ്മോഹം ഈ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ. എന്റെ ഫാനാണത്. കട്ട ഫാനാണ് ചേട്ടാ. ഞാൻ കാത്തിരിക്കായിരുന്നു ഇതുപോലൊരു ഫാനിനെ കാണാനായിട്ട്. എന്റെ ടിനിയണ്ണന് കൊട്. എന്ത്? എന്റെ ടിനിയണ്ണന് കൊട്. ഞാൻ എന്തെടുത്തിട്ട് കൊടുക്കാനാ? എന്നെ പറ്റി പറഞ്ഞു കൊടു. എന്നെ പറ്റി പറയാനാ? അത് പറയേണ്ട കാര്യമില്ല. എന്തായാലും ചേട്ടൻ അറിയാൻ പറ്റും. ചേട്ടാ തിരുവനന്തപുരത്ത് നിന്ന് നടന്നു വന്നേക്കാണ് ചേട്ടനെ കാണാനായിട്ട്. അത്ര കട്ട ഫാനാണ് പുള്ളി. അല്ല അത് പറയാൻ നിങ്ങളാരാണത്? ഞാനാരെന്നാ? എന്നോട് ചൂടായതാണാ? ചൂടായതല്ല, അല്ല ടോൺ മാറ്റി സംസാരിച്ചാണാ? ടോൺ മാറ്റി സംസാരിച്ച? അല്ല ടോൺ മാറ്റിയതാണ് ഇവരും അറിയും. എന്ത് വിവരം? ഇവരെ അറിയൂപ്പ. എന്ത് വിവരം? അയച്ചു നോക്ക്. ഇതാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമായിരിക്കും, പക്ഷെ മറ്റുള്ളവർ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥത്തിലായിരിക്കും എടുക്കുന്നത്. ഇതൊക്കെ എന്റെ അടുത്ത് പറയാൻ ഞാൻ ആരാണ്? അല്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. കണ്ടന്റാ? എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയാൽ മതി. താൻ കണ്ടന്റ് ഉണ്ടാക്കണ ആളാണ്? പിന്നെ എന്റെ കല്യാണം പോലും ഞാൻ കണ്ടന്റ് ഉണ്ടാക്കി മുടക്കി കളഞ്ഞവനാ. എന്ത് കഷ്ടമാണല്ലേ പറയുന്നത്. അല്ല നിങ്ങളൊക്കെ ആരാ? ചേട്ടനെ മനസ്സിലായിട്ടില്ല. ചേട്ടൻ പറഞ്ഞുകൂടാരാന്ന്? എന്നെയല്ല ചോദിച്ചത്, നിങ്ങളാരാന്ന് ചോദിച്ചത്. ഞങ്ങളേണോ?
അതെ, ഞങ്ങൾ ഒരു പരുവത്തിനാണ് പുള്ളി ഇവിടെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ നിങ്ങൾ ശല്യപ്പെടുത്തുമോ? ഒന്ന് പോകാൻ നോക്കൂ നിങ്ങൾ. അപ്പൊ നമുക്ക് കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട്. അപ്പൊ തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ പരിപാടി തുടങ്ങായിരുന്നു. ഞാൻ പോണോ അണ്ണ? പോണം. ഞാൻ പോട്ടെ അണ്ണ. ശരി. ഇതെന്താ കാണിച്ചത്? ഇതെന്താ ചാറ്റ പറഞ്ഞത്? അത് കൈ കൊണ്ടല്ലോ തരേണ്ടത്. കയ്യിൽ സാധനമായി പോയി. ശരി എന്നാ. വിട്ടോ നീ വിട്ടോ. ചെല്ലു പോ. അല്ല ഇയാളെ പ്രത്യേകിച്ച് പറയണോ? അല്ല പ്രത്യേകിച്ച് പറഞ്ഞാൽ ചമ്മാതെ പോവായിരുന്നു. ഓഹോ, എന്നാ വിട്ടോ. ശരി വിട്ടോ. അല്ല നിങ്ങളൊക്കെ ഇത് എവിടെ ഇരുന്ന്? ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞങ്ങളുടെ ഈ ഡ്രസ്സ് ഒന്ന് മാറാനായിട്ട്. അല്ല ഏട്ടാ, ഞങ്ങൾ ഇവിടെ വന്ന് നിന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനുശേഷം ഞങ്ങൾ ക്ഷണിക്കുമ്പോഴാണ് ഗസ്റ്റ് വരേണ്ടത്. അയ്യോ, ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് അല്ലല്ലോ, ഫ്ലവേഴ്സിന്റെ സ്ഥിരം ആളല്ലേ. ഞാൻ ഈ വഴി പോകുമ്പോ എന്തെങ്കിലും പരിപാടി നടക്കണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിലിടിച്ചു കയറും. ഞാൻ ഈ വഴി പോകണപ്പോ നിങ്ങളെ പോലുള്ള 2 പേര് ഇവിടെ നിന്നിട്ട് പുഴയ ചളി അടിച്ചോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും വന്ന് പെടന്നിടത്ത് തന്നെ വന്ന് പെട്ടേക്കണത്. ഇതേതാണ് പരിപാടി? അപ്പൊ അതുപോലും അറിയില്ലേ. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി. സവാരി ഗിരിഗിരി അത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന പരിപാടിയാണ്. അപ്പൊ അതിലാ ഫണ്ടാസ്റ്റിക്കലായിരിക്കും നിങ്ങൾ. അന്ന് ഞങ്ങൾ തുടങ്ങട്ടെ. തുടങ്ങും. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇല്ലണ ഇതായിരിക്കുന്ന എല്ലാവരും കണ്ടോ? എല്ലാം ബെസ്റ്റ് കൊമേഡിമാരാണ്. കാര്യം ചിരിപ്പിച്ച് കൊല്ലും നമ്മളെ. അതുകൊണ്ടാണ് നമ്മള് സവാരി ഗിരിഗിരി ഇട്ടേക്കണം അല്ലേ? അല്ല അങ്ങനെ പറയരുത്, എല്ലാം ബെസ്റ്റ് മനുഷ്യരാണെന്ന് പറയണം. അതിനുശേഷമാണ് ബെസ്റ്റ് കോമഡിയിലേക്ക് കിടക്കേണ്ടത് അല്ലേ? നല്ല കൊമേഡിയന്മാരാണ് നല്ല മനുഷ്യര്. ഓ അത് ശരിയാണ്. തിരിച്ചുവിടാം. അപ്പൊ എന്തായാലും ടിനിച്ചേട്ടന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും അങ്ങോട്ട് ചെല്ലാം. നിങ്ങൾ വന്ന് പെർഫോം ചെയ്യും, ബാക്കിയൊക്കെ തിരിച്ചു വന്നിട്ടാവാം. ഓക്കെ. ഇപ്പൊ ഈ സിനിമാക്കാരെല്ലാം പിന്നണി ഗാന രംഗത്തേക്ക് മാറിയിരിക്കണല്ലോ അണ്ണ. എല്ലാവർക്കും അല്ല, ആദ്യം ഒരു കലാകാരൻ ശ്രമിക്കുന്നത് പാട്ടുകാരനാവാനാണ്. അത് നടപടിയാവാണ്ടാവുമ്പോഴാണ് അടുത്ത സ്റ്റെപ്പിലേക്ക്. അത് ശരി. അപ്പൊ എന്തായാലും കുറെ കവിതകളെല്ലാം കൂടി കുഴച്ചു മറിച്ചിട്ട് ഒരു അവിയൽ പരമായിട്ട് ഒരാൾ വരുന്നുണ്ട്. ഓഹോ, ആ ആളെ വിളിക്കട്ടെ? വിളിച്ചോളൂ. എത്രയും പെട്ടെന്ന് വാ. നമസ്കാരം. നമോ ഭാഗം. എന്താ നമുക്ക് മാത്രം വാക്കത്തി? അവിടത്തേക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. എൻ്റെ പേര് ഗിനീഷ് ഗോവിന്ദ്. എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ദർഹാസ്മി വായനശാല സംഘടിപ്പിച്ച നിപിൻ കുമാറിൻ്റെ യുവകവിക്ക് വേണ്ടിയിട്ടുള്ള അവാർഡ് വാങ്ങിച്ചു വരുന്ന വഴിയാണ്. 1ാം സമ്മാനം 1 ലക്ഷം രൂപ, 2ാം സമ്മാനം 2 ലക്ഷം രൂപ, 3ാം സമ്മാനം 3 ലക്ഷം രൂപ, 4ാം സമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള അടിക്കിടയിൽ എവിടെയോ ഒരടി തലക്ക് കുടുങ്ങിയോ എന്നൊരു സംശയം. പരസ്പര വിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ മനോജ് ഗിന്നസേ? കൃത്യമായിട്ട് പറഞ്ഞാൽ 1900 ഏതോ ഒരു വർഷം തെക്കേ ഇന്ത്യയിലെ വടക്കേടത്ത് തറവാറിന്റെ കിഴക്ക് പടിഞ്ഞാറേ മൂലയിലായി കന്നികോണും ഈശാനകോണും ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു ഉണ്ണി പിറന്നു. ഇന്നത്തെ മാതിരിയല്ലോ, വയറ്റാട്ടിമാർ ഉണ്ണികളൊക്കെ എടുക്കുന്ന കാലമല്ലേ. സ്വർണ്ണലത എന്ന് പറയുന്ന ആ സ്ത്രീ വയറ്റാട്ടി എന്നെ എടുത്തു. ഈ ഒരൊറ്റ പേര് കാരണം എത്ര വർക്ക് പോയ സ്ത്രീയാണെന്നറിയോ? പിന്നീട് ഗസറ്റിലിട്ട് മാറ്റി ജാനു എന്നാക്കി. എൻ്റെ തേജസ്സാർന്ന മുഖം കണ്ട ഉടനെ കൊട്ടാരം ജ്യോത്സ്യർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും ഇങ്ങനെ വാ വിളിക്കണ്ട. കൊട്ടാരം ബാറിൻ്റെ തായ ജ്യോതിശാലയിൽ നടക്കുന്ന ബാബു എന്നെ കണ്ട ഉടനെ പറഞ്ഞു, ഇവൻ ലോകപ്രശസ്തനായ ഒരു കവിയായിട്ട് മാറും. എൻ്റെ അച്ഛനിത് കേട്ട ഉടനെ കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യത്തിലും അത് അമ്മേൻ്റെ അടുത്തെത്തി. അമ്മേനോട് പറഞ്ഞു, ഹേയ് ശാരദ, നമുക്കൊരു ഉണ്ണി പിറന്നിരിക്കുന്നു, അവൻ ലോകപ്രശസ്തനായ ഒരു കവിയായി മാറുമെന്നാണ് ജ്യോത്സ്യർ പറഞ്ഞത്. അമ്മ, ഓഹോ അങ്ങനെയോ, എങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 9840 അറിയിക്കൂ. പൊതുജന താല്പര്യാർത്ഥം ജ്യോതിഷ മന്ത്രാലയം. ഹലോ, നിങ്ങളല്ലേ മറ്റേ കോട്ടക്കൽ ആയുർവേദശാലയിലുള്ള ആള്? നിങ്ങൾ അടുത്ത ഡോക്ടറാ? എണ്ണത്തൊണ്ണി ഒഴിവുണ്ടോ? എന്നാ സ്റ്റേജ് പരിപാടി തൽക്കാലത്തേക്ക് നിർത്തി വെക്കാം. ഡിജിറ്റൽ ലൈഫിലത്തെ കളി. കഴിഞ്ഞ ദിവസം ഞാനൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു. മലമ്പുഴ വഴി സംസാരിച്ചു പോകുന്ന സമയത്ത് റോപ്പ് എന്ന് കണ്ടതാ കക്ഷീനെ. ഏത് കക്ഷി? കക്ഷിയല്ലടോ, യക്ഷി. ആ സൗന്ദര്യത്തെ ഞാൻ വർണ്ണിച്ചുകൊണ്ട് 2 വരി ഫേസ്ബുക്കിൽ അങ്ങ് എഴുതി. മണിക്കൂർ 2 കഴിഞ്ഞപ്പോൾ 2 പൊതുതാൽപര്യ ഹർജിയാണ് ഹൈക്കോർട്ടിൽ വന്നത്. പേരാമ്പ്ര SI അപ്പം തന്നെ എന്നെ വിളിപ്പിച്ച്. ഞാൻ അവിടെ ചെന്നു, ഒന്ന് നമിച്ചു. എന്നെ കണ്ട ഉടനെ SI, പുഷ്പപാതുകം പുറത്തു വെച്ചു നീ നഗ്നപാതനായി അകത്തു വരൂ.
ഞാൻ സ്റ്റേഷനിൽ അങ്ങ് കയറിയ ഉടനെ തന്നെ പാറാവ് നിൽക്കുന്ന പോലീസുകാരന് ഒരടി, ഇപ്പുറത്ത് റൈറ്ററായിട്ടുള്ള പോലീസുകാരന് ഒരടി, അവിടെ നിന്നും കിട്ടി ഇരടി. SI ഓടി വന്ന ഒരൊറ്റ ചവിട്ട നഗ്നപാതനായി നെഞ്ചത്ത്, ചങ്ക് തകർന്നു പോയി, മൂത്രരൂപേണ സംസ്ഥിത. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഫേസ്ബുക്കിൻ്റെ പൂട്ടി താക്കോൽ അവരെടുത്തു. അതുകൊണ്ടൊന്നും എന്നെ തോപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട മക്കളെ. കിഴക്കേലെ തുട്ടു എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റൽഗ്രാം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഓൻ്റെ കയ്യിൽ നിന്ന് എന്തോ 2 ഗ്രാം സാധനം പിടിച്ചതിൻ്റെ പേരിൽ ഇപ്പം ചെയ്യില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞ അതിലൊരു കളി നമ്മൾ കളിക്കും. പറഞ്ഞു വേണ്ട, രോമാഞ്ച കുഞ്ചുകല്ലേ? എടാ, കുഞ്ചുകൊക്കെ എല്ലാവർക്കും എല്ലാ കൊല്ലം ഉണ്ടാകുന്നല്ലേ. ഇത് കഞ്ചകം നീലക്കുറിഞ്ഞ് പൂക്കുന്ന മാതിരി ഒരു 12 വർഷം കൂടുമ്പോൾ ഒരിക്കൽ ഉണ്ടായാലായി. മുത്തച്ഛനെ പറ്റി പറയുമ്പോൾ എനിക്ക് കുഞ്ചുക ഉണ്ടാകുക. എൻ്റെ എല്ലാ കവിതകളും ഞാൻ ആദ്യം തന്നെ പാടി കേൾപ്പിക്കുന്നത് മുത്തച്ഛനെയാണ്. മുത്തച്ഛൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചെന്നിട്ട് എൻ്റെ ബംഗാളി കവിത ബ്ലും 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 ബംഗാളി, ബ്ലും 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 ബംഗാളി, വെള്ളത്തിൽ വീണൊരു ബംഗാളി, ബ്ലും 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 ബംഗാളി. മുത്തച്ഛൻ പറഞ്ഞു, മോനെ ഞാൻ പ്രഷറിൻ്റെ മരുന്നും കിടക്കും, ഷുഗറിൻ്റെ എന്തേലും അല്ല 10-50 പാണിന് കിടക്ക് നല്ലൊരു മുഹൂർത്തമുണ്ട്, പറ്റിയ സമാധി ആകാലോ. പഴങ്കഞ്ഞിൻ്റെ അകത്ത് അതും ഇനി എടുക്കണം, കുറച്ച് അച്ചാറും. വേഗം പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുക്കുമ്പോഴത്തേക്ക് ടൗണിൽ പോയിട്ട് എന്നോട് പറഞ്ഞ് കുറച്ച് ഉണ്ടംപൊരിയും വാങ്ങി വന്നു. ഞാനത് പോയി വരുമ്പോഴത്തേക്ക് മൂപ്പറം വായ നിൽക്കുന്ന സ്ഥലമൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് നല്ലൊരു കൂടാരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുത്തിരിക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്നോട് മാത്രമായിട്ടൊരു സംഗതി പറയാന്ന്, എൻ്റെ 12 മക്കളാണ് സത്യം, മുത്തച്ഛൻ ഒരു ബ്രഹ്മചാരിയാണ്. ഞാനത് വിശ്വസിച്ച്. മുത്തച്ഛൻ ഇങ്ങനെ ഈ ഒരു കാര്യമൊക്കെ ചെയ്തെങ്കിലും മാമനെ സംബന്ധിച്ച് ഭയങ്കരമായൊരു വിഷമായിരുന്നു. അശോക മാമൻ എന്ത് പണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളിയൊക്കെ മടുത്തിട്ട് നിരീശ്വരവാദികളുടെ കൂട്ടത്തിൽ ചെന്ന് ചേരാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ കോഴിക്കോട് ടാഗോർ ഹാളിൽ നിരീശ്വരവാദികളും ഈശ്വരവാദികളും തമ്മിലുള്ള സംവാദം, അതിൻ്റെ നടുക്കൊരു തീവ്രവാദിയും. ഇവരെന്ത് പണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു മൈക്കിൻ്റെ തണ്ടെടുത്ത് മാമനെ അടിച്ച്. മാമൻ നിലത്ത് വീണപ്പോൾ പരിപാടിക്ക് വന്നൊരു വിദേശ വനിത ഇവർ ഒറിജിനൽ ശ്വാസം മാമന് കൊടുത്ത്. ഉമ്മക്കൊക്കെ അല്ലേ ടിനിയേട്ടാ കൃത്രിമ ശ്വാസോ, ഓലിക്കല്ലോ ഒറിജിനലാ. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ പ്രണയബദ്ധിതരായി. ഈ പെണ്ണുങ്ങളെ കൂട്ടി മാമൻ തറവാട്ടിൽ വന്ന് തെക്കിനിയിൽ ഇങ്ങനെ പാർപ്പിച്ചിക്കാം. അപ്പം മാമൻ്റെ സുഹൃത്ത് ചോദിച്ചല്ല, തെക്കിനിയിൽ ഇങ്ങനെ ഒപ്പിച്ചിട്ട് കാര്യമുണ്ടോ, നമുക്ക് തറവാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ. ഈ ബിക്കിനി ഉടുത്ത് നടക്കുന്ന ഈ പെണ്ണിനെ തെക്കിനിയിൽ നിന്ന് ഇറക്കിയ തറവാട്ടിൻ്റെ മാന എവിടെ പോകും മോനേൻ. അവസാനം മാമൻ്റെ സുഹൃത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് എൻ്റെ ഭാര്യ എൻ്റെ കുറച്ച് കസവിൻ്റെ സാരിയൊക്കെ ഉണ്ട്, അതൊക്കെ ചുറ്റിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. രാവിലെ 7 മണി മുതൽ കാത്ത് കുത്തിരിക്കുക ഇളയമൊക്കെ ഭസ്മത്തട്ടു കർപ്പൂരൊക്കെ ആയിട്ട് വന്ന് ഉയ്യുന്നതിൻ്റെ ഇടയിൽ അശോകാന്ന് പറഞ്ഞിട്ട് ഷുഗർ കുറഞ്ഞ് താഴെ വീട്ടിന് അമ്മായിൻ്റെ സാരിക്ക് തീപിടിച്ച് 30 കൊണ്ട് തറവാട് മൊത്തം ഓടി, തറവാടിന് മൊത്തം തീവച്ച് തറവാട് നിന്ന് കത്തിയെങ്കിലും പിറ്റേന്ന് രാവിലെ ആകെ അവശേഷിച്ചത് മുത്തച്ഛൻ്റെ കല്ലറയാണ്. അതിൽ നിന്ന് അപ്പോഴും കേൾക്കാം, എൻ്റെ പൊന്നുമോനെ എൻ്റെ 12 മക്കളാണ് സത്യം, മുത്തച്ഛൻ ബ്രഹ്മചാരിയാണ്. ഇതിനിടയിൽ മാമൻ അറിഞ്ഞില്ലോ നമുക്കറിയില്ല. മാമനൊരു കുഞ്ഞ് പറഞ്ഞു, അമ്മായി പറഞ്ഞ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കണം. മാമനെ വേണ്ട മലയാളം മീഡിയത്തിൽ ചേർത്താൽ മതി. അല്ല ഇംഗ്ലീഷ് മീഡിയം വേണ്ട, അത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം. ഇങ്ങനെ വർഷങ്ങളോളം തർക്കം മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇവനെ സ്കൂളിൽ ചേർക്കാൻ മറന്നും പോയി. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ ഗോപാലകൃഷ്ണൻ അവൻ്റെ പേര്, ഇവൻ്റെ ഉണ്ണിക്കൈ വളർന്നു, ഉണ്ണിക്കാൽ വളർന്നു, ഇവൻ വലിയൊരു മനുഷ്യനായി. ഇവൻ ഇംഗ്ലീഷ് മീഡിയത്തിലും പോയില്ല, മലയാളം മീഡിയത്തിലും പോയില്ല, സോഷ്യൽ മീഡിയയിലാണ് ഇപ്പം ഇവൻ്റെ കളി. ഇവനെയാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് നോക്കാൻ വേണ്ടിയിട്ട് 6 മാസം ഏൽപ്പിച്ച്. ഒരു കൊല്ലത്തേക്ക് ഞാൻ മനുഷ്യന്മാരെ ഫേസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി നമ്മളെ അച്ചാച്ചൻ്റെ കല്ലറേൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു കല്ലറ. 12:30 മണി നേരം എൻ്റെ പൊന്നു സാറേ, ഞാൻ മെല്ലെ നടന്ന് ചെന്ന് അവിടെ നിന്നപ്പോണ്ടല്ലോ, ഊട്ടി ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത മാതിരി ബാക്കിലൊരു പുകയെ. ഞാൻ മെല്ലെ നടന്ന് അവിടെ എത്തി നോക്കുമ്പോൾ ഒരു ചങ്ങായി ഓൻ തന്നെ ചോദ്യം ചോദിക്കുക, ഓൻ തന്നെ ഉത്തരവും പറയാ. യാറാണ്ട്ര പയ്യെ നാനാണ്ട്ര പയ്യെ, യാറാണ്ട്ര പയ്യെ നാനാണ്ട്ര പയ്യെ, കള്ളപ്പന്നി ഞാനാണ് മാമ, ഇത് ഞാനാ, മാമൻ്റെ മോനാ. എന്നോട് പറഞ്ഞ് 4 സൈഡും ഞാൻ സ്ലേബ് ഇട്ട് വാർത്തക്കിട്ട് ആ മേലത്തെ പോഷൻ മാത്രങ്ങളൊന്ന് സ്ലേബ് എടുത്തൊന്ന് തലേൻ്റെ മുകളിൽ കിട്ടിയിട്ടോ. എനിക്കിപ്പോഴത്തെ ചെറുപ്പക്കാരോടാ പറയുള്ളത്, സ്വന്തം തലയിൽ സ്ലേബ് വാർക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം മക്കളെ. തിരിച്ച് ഞാൻ നടക്കുന്ന നേരത്ത് ഇപ്പുറത്തെ കല്ലറേൻ്റെ അകത്തുനിന്നൊരു അടയ്ക്കുക.
എൻ്റെ 12 മക്കളാണ് സത്യം. അച്ചാച്ചൻ ബ്രഹ്മചാരിയാണ് മോനെ. അത് കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ച് എനക്കും ബ്രഹ്മചാരി ആവണം. എനക്കും വേണ്ടേ 10-12 കുട്ടികൾ. ബ്രഹ്മചാര്യത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയല്ല ഞാൻ. താങ്ക് യു. ജിനീഷിന്റെ ഒരു ഒഴുക്കുണ്ട്. വന്ദേമാരത് ട്രെയിനിൽ കയറുന്ന പോലെയാണ്. പറഞ്ഞാൽ ഇടയിൽ ചായ കാപ്പി അങ്ങനെയുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ പോക്ക് കൃത്യ സ്ഥലത്ത് നിന്ന് നിർത്തും. കറക്റ്റ് ടൈമിങ്ങിനെ കുറിച്ചുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരു രൂപത്തെയും വേദനിപ്പിക്കാതെ, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ട് സാഹിത്യം കൂടി ചേർത്തിട്ട്, പ്രത്യേകിച്ച് ഈ മലബാറിലുള്ള ഒരു ഒഴുക്കിന് ഭയങ്കര രസമാണ്. മലബാർ ഒഴുകുന്ന പുഴകൾക്കൊക്കെ ഭയങ്കര അല്ലേ? അപ്പൊ ആ ഒരു സുഖവും കേൾക്കാൻ ഒരു ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു. ഈ രുചിക്ക് വേറെ ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ എന്തായാലും ജിനീഷേ, സംഭവം ഒക്കെ ഓക്കെ ആയിരുന്നു. നീ തുടങ്ങിയപ്പോഴൊരു കാര്യം ചോദിച്ചില്ലായിരുന്നാ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാന്ന് നിനക്ക് തോന്നണ്ടെന്ന്? അപ്പൊ അത് റൂട്ട് മൊത്തത്തിൽ എനിക്കങ്ങനെ തോന്നിയായിരുന്നിട്ടാ. എങ്ങോട്ടാ പോണ, ഇവിടുന്ന് എങ്ങോട്ടാ ചാടണം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ചെയ്തത് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, നല്ല നീറ്റായിട്ട് ചെയ്ത്. പിന്നെ അപ്പാപ്പൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിലും നല്ല നല്ല കൗണ്ടറുകൾ വന്നായിരുന്നു. എടാ മറ്റൊന്നും കൂടെ പറയടാ, നിന്റെ വീട്ടിൽ എന്നെ കിടത്താൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു നിങ്ങളെന്തിനാണ് ഈ പേരാമ്പ്ര വന്നിട്ട് നിങ്ങൾ ഹോട്ടലിൽ കിടക്കുക, നിങ്ങൾ വീട്ടിൽ വന്ന് കടാ. ഞാൻ വീട്ടിലൊക്കെ ആൾക്കാരില്ല, അവിടെ ആരുമില്ല. പറഞ്ഞു ആരുമില്ലേ? ഞങ്ങളെ അമ്മ മരിച്ചതിന് ശേഷം ആ വീട്ടിൽ ആരും പോക്കല്, നിങ്ങൾ അവിടെ ചെന്ന് കിടക്കും. ഇപ്പൊ എന്നെ കൊണ്ട് കിടത്താൻ നോക്കി ഇവിടെ. അടിപൊളി, നല്ല ഗംഭീരം. ജിനീഷിന്റെ പെർഫോമൻസ് എപ്പോഴും കാണണല്ലോ. നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പം ഒരുമിച്ച് പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പം ജിനീഷിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു കോഴിക്കോട്. അവിടെയും ഭയങ്കര ചിരിയായിരുന്നു എൻ്റെ. അവൻ നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. അപ്പൊ നമ്മളെ മാർക്ക് ടെനിച്ചേട്ടനെ കൊണ്ട് തന്നെ ഇടിക്കാം നമുക്ക്. ഓഹോ, അപ്പൊ ഇതില് ഞാൻ ഇല്ലാത്ത അവസ്ഥ ആകുമ്പോഴാണ് ഇതിൽ എനിക്ക് പങ്കില്ല. ഈ മാർക്ക് എഴുതാനോ പറഞ്ഞോളൂ, എത്രയെന്ന് ഞങ്ങൾ പറയും. അപ്പൊ കുഴപ്പമില്ല. ജിനീഷേ, എന്തായാലും സംഭവം ടെനിച്ചേട്ടൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കൊണ്ടും തരാം. ഓക്കെ, അണ്ണാ 2024 കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ 25-നല്ലേ കണ്ടത്. അണ്ണ എന്നെ കണ്ടില്ല, ഞാൻ എന്നെ കണ്ടു. അണ്ണ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നിൽക്കുന്ന ഗ്രൗണ്ടിൽ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ഗോൾ അടിച്ചോ? ഇല്ല. അപ്പൊ അല്ല, നന്നായിട്ട് ഞാൻ കണ്ടു, നന്നായിട്ട് കളിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ മാറി മാറി വന്നോണ്ടിരിക്കേ. ചടങ്ങുകൾ മാത്രമല്ല, മാസങ്ങളിലാണെങ്കിലും ഈ ഫെസ്റ്റിവലുകളാണെങ്കിലും ഒക്കെ മാറി മാറി. ഇത് എന്താണെന്നറിയാൻ പാടില്ല, കാലാവസ്ഥ. ഇപ്പൊ വിഷു വരേണ്ട സമയത്തല്ല വിഷു, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 2025 നമുക്ക് വന്നതുപോലെ തന്നെ ആർക്കൊക്കെ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഒറ്റയടിക്ക് നമുക്ക് കേട്ടാലേട്ടാ. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശബരീഷ്. കുംഭം രാശി, അവിട്ടം നക്ഷത്രം. ഒരു സൂര്യൻ, അതിന് ചുറ്റും 8 ഗ്രഹങ്ങൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിക്കും 9ാമത്തെ ഗ്രഹങ്ങൾ എവിടെയെന്ന്. സയൻസ് പറയും അത് പ്ലൂട്ടോ ചെറുതായതുകൊണ്ട് തള്ളിക്കളഞ്ഞാണ്. പക്ഷേ കേരളത്തിലൊരു ജ്യോത്സ്യം പറയും അത് പ്ലൂട്ടോയ്ക്ക് ചൊവ്വാദോഷം വന്നതാണ്. പണ്ടൊക്കെ ഈ നമ്മുടെ ജ്യോതിഷം വരുന്നത് ഒരു ബുക്കിലായിരിക്കും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇത് ഫോണിൽ വരും, ലിങ്കായിട്ട്. എനിക്കും വന്നു. 2025 ധനനഷ്ടം വരാനുള്ള 5 കാര്യങ്ങൾ. ഞാൻ ഈ ലിങ്കിനൊക്കെ ഓപ്പൺ ആയില്ല. അപ്പോഴാണ് അവർ ചോദിക്കുന്നത് എന്നോട് 50 രൂപ തന്നാലേ അത് പറയുള്ളൂ. ഇപ്പം എനിക്ക് മനസ്സിലായി 2025 എനിക്ക് ധനനഷ്ടം എങ്ങനെയായിരിക്കുന്നു. എനിക്ക് ആദ്യം ഇതിലൊന്നും വിശ്വാസം ഉണ്ടായില്ല. പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഞാൻ കേൾക്കാൻ വേണ്ടി 2025 വർഷഫലം വീട്ടിൽ വായിച്ചു. ഫെബ്രുവരിയിൽ കലാകാരന്മാർക്ക് നല്ല സമയമാണ്, ഓഗസ്റ്റിൽ കല്യാണ സാധ്യത. അപ്പം ഞാൻ ചോദിച്ചു, അമ്മേ നവംബർ ആകുമ്പോൾ വിദേശയാത്ര ഞാൻ രക്ഷപ്പെടുമായിരിക്കല്ലേ? അമ്മ പറഞ്ഞു, ഞാൻ നിൻ്റെ അല്ല വായിച്ചേ, അച്ഛൻ്റെ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അച്ചടി പശ കാണും. അമ്മയോട് ഞാൻ ചോദിച്ചു, എൻ്റെ ഒന്ന് വായിക്കാമോ അമ്മയെന്ന്. വായിച്ചു അമ്മ. മുടങ്ങിപ്പോയ പെൻഷൻ കിട്ടാൻ സാധ്യത, നടുവേദന അലട്ടൽ, മുട്ടുവേദനയുടെ അലട്ടൽ എന്നിവ ഉണ്ടാവുന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് അച്ചടി പ്രശ്നമല്ല, ശനി എനിക്കിട്ടടിച്ചാണ്. ഇപ്പം ഞാൻ എല്ലാം അരച്ച് കലക്കി പഠിച്ചിരിക്കുകയാണ്. 2025 പറ്റിയിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങൾ, യൂട്യൂബ് വീഡിയോകൾ, എല്ലാ ജ്യോത്സ്യന്മാർ പറഞ്ഞ എല്ലാം ഞാൻ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പ്രവചനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വന്നിരുന്നത്. പൊതുവേ ഞാൻ ഇനി പ്രവചിക്കാൻ പോകുന്നത്, എന്നോട് പ്രത്യേകിച്ച് കമിതാക്കൾ ചോദിച്ചു ഫെബ്രുവരിയാണ് വരുന്നത്, അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കുന്നത്. കമിതാക്കൾക്ക് ഈ വർഷം അത്ര നല്ല സമയമല്ല. എസ്പെഷ്യലി ഈ UK പോകുന്ന നഴ്സുമാരെ വളച്ച് UK പോകാൻ ശ്രദ്ധിക്കുന്ന കാമുകന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യം പാസ്പോർട്ട് എടുക്കുക, പിന്നെ പാചകം പഠിക്കുക, എന്നിട്ട് വളയ്ക്കാൻ നിൽക്കുക. രണ്ടാമത് പൊതുവെ ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെൺകുട്ടികൾ സെറ്റാവാതെ ആകുമ്പോൾ അവർ പറയും നിനക്ക് എന്നെക്കാൾ നല്ലൊരു ചെറുക്കനെ കിട്ടും എന്ന്, അല്ലെങ്കിൽ നിനക്ക് എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടുന്നു. ഇത് പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി ഇവർക്ക് ഇതിനേക്കാൾ നല്ലൊരു ചെക്കനെയോ പെണ്ണിനോ കിട്ടിയിട്ടുണ്ട്, നീ മാത്രമേ അറിയാത്തുള്ളൂ. സ്ഥിരമായി കാമുകന്മാർക്ക് ഓക്കെ കെ എന്ന റിപ്ലൈ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്ര ഓക്കെ അല്ല. ഇനി എൻഡ് ചെയ്യാൻ പോകുന്നത് എമ്മി തുടങ്ങുന്ന ഒരു അക്ഷരത്തിലാണ്, അത് മാരേജിലായിരിക്കും.
ഞാൻ ബേസിക്കലി 2025-24 ഞാൻ നല്ലൊരു ഫുഡി ആയിരുന്നു. ഇനി ഞാൻ എന്തായാലും ഫുഡികളെ പറ്റി പ്രവചിക്കാതെയും പറ്റത്തില്ല. ഫുഡികൾക്ക് ഈ വർഷം തികച്ചും നല്ല സമയമല്ല. മയണൈസ് കിട്ടാതെ വരിക, അൺലിമിറ്റഡ് മന്തി റൈസ് തീർന്നു പോവുക, നീ കൊടുത്തോ ഞാൻ GPay അയക്കാം എന്ന് പറഞ്ഞ് ചങ്കുകൾ കബളിപ്പിക്കുക എന്നിവയ്ക്കുള്ള സാധ്യത വളരെ അധികമാണ്. ഇനി ജില്ല തിരിച്ചുള്ള പ്രവചനങ്ങളാണ്. കൊല്ലം ജില്ലയിലുള്ള യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടുകാരാരെങ്കിലും ലേസ് ചോദിച്ചാൽ അതങ്ങ് കൊടുക്കുക. അല്ലാത്ത പക്ഷം കൂട്ടുകാരാൽ അപമൃത്യുക്ക് വരെ സാധ്യതയുണ്ട്. പിന്നെ തിരുവനന്തപുരം ജില്ലയിലുള്ള വയസ്സായ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞങ്ങ് തീർക്കുക, അല്ലെങ്കിൽ വീട്ടിൽ പുതിയൊരു അലക്കുകല്ല് രൂപപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഞാൻ ഇതുവരെ വന്ന സ്ഥിതിക്ക് ടിനിച്ചേട്ടനെയും പ്രവചിക്കാൻ ഞാൻ റെഡിയാണ്. ടിനിച്ചേട്ടൻ്റെ നക്ഷത്രം പൂയത്തിൽ പറഞ്ഞ ടിനിച്ചേട്ടന് 2025 വളരെ നല്ല സമയമാണ്. ചാലക്കുടിയിൽ ഫ്ലൈറ്റ് മിസ്സാവാതിരിക്കുക, 2025 ഒരു പ്രമുഖ ഡയറക്ടറുടെ സിനിമ ചെയ്യാൻ പറ്റുക. കൂടാതെ 2025 ഏറ്റവും മനോഹരമായ ഒരു സംഭവം നടക്കാൻ പോകുന്നത് മമ്മൂക്കയ്ക്ക് ടിനി ടോമിൻ്റെ സൗണ്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അതിലൂടെ ടിനിച്ചേട്ടന് ട്രോളുകളുടെ അപഹാരം നിൽക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി ചില ജനറൽ പ്രഡിക്ഷൻസ് ആണ്. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട്, മറ്റ് ജ്യോത്സ്യന്മാരാരും പറഞ്ഞിട്ടില്ല, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി പ്രവചിക്കാൻ പോവുകയാണ്. ന്യൂ ഇയർ 1-ാം തീയതി തന്നെയായിരിക്കും. ക്രിസ്മസ് 25-ാം തീയതി തന്നെയായിരിക്കും. പിന്നെ വനിതാ വിനീത തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് ഒരു അവതാരം വെച്ച് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈ വർഷം ഒരു സിനിമയ്ക്ക് 2 അവതാരം എന്ന നിലയിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പ്രഡിക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം വിട്ടുപോയി. എനിക്ക് ഈ വർഷം അത്ര നല്ല സമയമല്ല. ഞാൻ പറയുന്നതൊന്നും നടക്കാതെ വരിക, ഞാൻ എൻ്റെ പ്രവചനങ്ങളെല്ലാം തെറ്റിപ്പോവുക. എന്നിരുന്നാലും നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പേടി വേണ്ട, ജാഗ്രത മതി. താങ്ക് യു. ശബരി, നന്നായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലും വന്നതും അതുപോലെ തന്നെ ഇതും നന്നായിരുന്നു. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ശബരി എന്ത് ചെയ്താലും നന്നാവും. ഞാൻ അവിടെ ഒരാളോടും പറഞ്ഞില്ലേ നന്നാവും ഞാൻ പറഞ്ഞില്ലേ? നമ്മൾ തൃപ്പൂണിത്തുറക്കാർ എന്ത് ചെയ്താലും നന്നാവും. അതാണ് അതിലുള്ളത്. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. നമ്മൾ കഴിഞ്ഞത് ചെയ്തതിൻ്റെ കുറച്ചുകൂടെ മേലായിരുന്നു ഈ പ്രാവശ്യം ചെയ്തത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പോരായ്മകളൊക്കെ മാറ്റി കുറച്ചുകൂടെ സെറ്റാക്കി വരിക. അത് തന്നെ ഇന്ന് സംഭവിച്ചേക്കുന്നത്. അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. ഈ ശബരീഷ് ഇപ്പൊ ലക്ഷണമാണല്ലോ പറഞ്ഞത് അല്ലേ? ലക്ഷണങ്ങൾ പറഞ്ഞ് ശബരീഷിന്റെ ലക്ഷണം എന്താന്ന് പറയട്ടെ, നല്ല സൗകുമാരിയുള്ള, അതായത് പെങ്ങളൊക്കെ വേണ്ടിയിട്ട് കല്യാണം ആലോചിച്ച് വന്നാൽ ഇത് ഫിക്സ് ചെയ്തു. അതുമല്ല അങ്ങനെ ഈരി വെച്ചിട്ട് എനിക്ക് ആദ്യത്തെ ലുക്കില് ജോജുവിന്റെ പോലെ തോന്നി, സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ. അല്ല, 2-3 സഹോദരിമാരൊക്കെ ഉണ്ട് പുന്നാരിച്ചു വളർത്തുന്ന ഒരു ആംഗള അല്ലേ? അതെ. അല്ല, അതിപ്പോഴും ആളുകൾ ചിലപ്പോൾ ഈ ഷോ കഴിയുമ്പോൾ ആളുകൾ പറയാറുണ്ട് നമ്മൾ ഫുൾ സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് സ്റ്റാൻഡപ്പ് ഒക്കെ കുഴപ്പമില്ല, പക്ഷെ ജോജൂറിന്റെ ഫിഗർ അടിപൊളിയായിരുന്നു പറയാറുണ്ടല്ലേ? എനിക്ക് തോന്നിയത് ഇത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം 2025 ഇന്ന് ഇപ്പോ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പഴയ കഥകളൊന്നും അല്ല പറഞ്ഞത്. ഈ അപ്ഡേറ്റഡ് ആയിട്ട് അത് അവർക്കാണ് എപ്പോഴും പ്രിഫറൻസ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. കാരണം അതാണ് ഒരു കലാകാരന് വേണ്ട ഒരു കാര്യം. അതുണ്ട്. ഗംഭീര ശബരി. കഴിഞ്ഞ പ്രാവശ്യം നല്ലതായിരുന്നു. ഒരു പുതിയ കണ്ടന്റാണ് ശബരി തരുന്നത്. അതുകൊണ്ട് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. മാർക്ക് എഴുതിയിട്ടില്ല. ഇതില്ലേ അത് പറയണ്ടേ? വേണ്ടതൊക്കെ മുൻകൂട്ടി എഴുതണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പരീക്ഷക്ക് മുമ്പ് എങ്ങനെയാണ് മാർക്ക് ഇടുന്നത്? മാർക്ക് ഇട്ട് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഞാൻ കരുതി. അതും പ്രെഡിക്റ്റ് ചെയ്യണല്ലോ. അപ്പൊ നോവേ, ഈ പ്രസാദം അങ്ങോട്ട് കൊടുക്കുക. അതെ ചേട്ടാ, ഇപ്പൊ നമ്മൾ സൗഹൃദങ്ങൾ, എൻ്റെ പേര് തന്നെ എടുത്ത് നോക്കിയോ. എൻ്റെ പേരിലെന്ന് വെച്ചാൽ പാഷാണ ഷാജി. ഒരു മണിക്കും പോലും റോഡ് സൈഡിൽ പോയി നിൽക്കുക, വഴി തെറ്റിക്കുക, അങ്ങനെ നമ്മളുടെ എല്ലാം സൗഹൃദങ്ങളിലും ഉണ്ടാവും. നമ്മളെ കൊണ്ട് ഇട്ട് കൊടുക്കും. ചിലപ്പോൾ തമാശക്ക് വേണ്ടിയായിരിക്കും, അല്ലെ അവന്റെ രക്ഷക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടോ? അതെന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവൻ തമാശകൾ പറയും കൂട്ടത്തിൽ നിന്നിട്ട്, എന്നിട്ട് അത് ഏറ്റില്ലെങ്കിൽ പറയും ടിനി ടോം പറഞ്ഞു തന്നാണെന്ന് പറയും. അപ്പൊ നമ്മൾ വേറെ റൂൾ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ ഞെട്ടും. അവൻ പറയണത് ഏക്കൂല. ഇതുപോലെ തന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, അവളെ ബസ്സുകാരെന്തോ ചീത്ത പറഞ്ഞു ബസ് തടയാൻ പോയേക്കേ. അപ്പൊ മുമ്പിൽ നിന്ന് ആര് വന്നാലും പോലീസ് പട്ടാളം വന്നാലും നമ്മൾ മാറില്ലട്ടാന്ന് പറഞ്ഞു. ഞാനും പോയി കിടന്ന്, ഞാൻ ബസ്സിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കി, ഞാൻ ബസ്സിന്റെ വണ്ടി കടന്ന് കണ്ണടച്ച് കിടക്കുക. കുറച്ചു നേരം ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്ക് തൊപ്പി വെച്ച ആൾക്കാർ മാത്രം. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ 8 അടിയുള്ള മതിൽ കൈ കുത്താതെ ചാടണം. ഈ പറഞ്ഞവൻ പോലീസ് പട്ടാളം വന്നാലും നമ്മൾ ഇങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ പണി കൊടുക്കുന്ന കൂട്ടുകാരന്മാരുണ്ടല്ലോ ചേട്ടാ. അപ്പൊ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പണി കൊടുക്കുന്ന ഒരാളെ കാണിച്ചു തരട്ടെ? ഓക്കെ. നമസ്കാരം, ഞാൻ ഗ്രീഷ്മ രാമചന്ദ്രൻ,
ടീച്ചർ ബൈ പ്രൊഫഷൻ, ആർട്ടിസ്റ്റ് ബൈ പാഷൻ. അമ്മേ ദേവിയെ കാത്തോളണേ. അപ്പം ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും കാണും, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് നടന്ന് വഴി തെറ്റിക്കുന്നു എന്ന് നമ്മുടെ വീട്ടുകാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന ഒരു സൗഹൃദം എൻ്റെ ജീവിതത്തിലുണ്ട്. അത്തരത്തിലൊരു സൗഹൃദം വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം വല്യമ്മയുടെ മോള്. കാര്യം ശരിയാണ്, എനിക്ക് ഒരാവശ്യമില്ലാണ്ട് അവളെല്ലാ ദിവസവും വിളിച്ച് പണി തരും. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, കൂടുമ്പോൾ കൂടുതൽ കിട്ടുന്നു. അത് കാരണം ഞാനിവളെ കൂടെ കൊണ്ട് കിടക്കുകയാണ്. ഒരു ദിവസം അവൾ എന്നെ വിളിച്ച് എന്നിട്ട് ചോദിച്ചു, എടി നീ 11 മണിക്ക് ഫ്രീ ആണോ? ഞാൻ പറഞ്ഞു അതെ, ഞാൻ 10:30ക്കും ഫ്രീ ആണ്, പക്ഷെ ഞാൻ 9:30ക്കും ഫ്രീ ആണ്. അപ്പം നിങ്ങൾ ചോദിക്കും അപ്പം 8:30ക്ക് വന്നു. 8:30ക്കും ഞാൻ ഫ്രീ ആണ് എന്നും പറഞ്ഞ് ഗിനീഷേട്ടാ എന്നെ വിളിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ ഫ്രീ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവൾ എന്നെ 11 മണിക്ക് വിളിച്ചു. അപ്പം എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇവള് പറഞ്ഞു, അമ്പലത്തിൽ അന്നദാനത്തിന് പോയാലോ? ഞാനും പറഞ്ഞു പോവാം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലം. ഞാൻ എന്ത് ചെയ്ത്, വീട്ടിൽ നിൽക്കുന്ന കോക്കാച്ചി വേഷത്തിൽ ഭസ്മവും വാരി പൂശി നേരെ അമ്പലത്തിലേക്ക്. ഞാൻ ചെല്ലുമ്പോൾ ജീൻസും ടോപ്പും കൂളിംഗ് ഗ്ലാസും വെച്ച് ഊട്ടുപോരയില്ല അവള്. 80s കിഡ്സിന്റെ കാലഘട്ടമാണെന്ന് നിങ്ങൾ ആലോചിക്കണോട്ടാ. അല്ല, അല്പന എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അന്നദാനത്തിനും പരിഷ്കാരമാവാം. അങ്ങനെ ആദ്യ പന്തിയിൽ തന്നെ ആദ്യ സീറ്റിൽ ആദ്യം ചെന്നിരുന്ന് ആദ്യം ഉപ്പ് വിളമ്പാൻ വന്ന ചേട്ടൻ എന്നോടൊരു ചോദ്യം, ആരാണു നീ? നോബി ചേട്ടാ, ഞാനങ്ങനെ അഡ്രസ് ഇല്ലാത്ത വീട്ടിലെ കുട്ടിയൊന്നുമല്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ അടക്കം സകല ഡീറ്റെയിൽസും കൊടുത്തു. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവായിരുന്നു. വീടെത്തുന്നത് വരെ വകുപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ആരോ പറയുന്നത് കേട്ടു, വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ ചെന്നത്രേ. അതും അന്നാട്ടിലെ പ്രമുഖ വ്യവസായിയുടെ ഏക മകളുടെ കല്യാണം. ഉറ്റ ബന്ധുക്കാർക്ക് മാത്രമുള്ള സദ്യ കോക്കാച്ചി വേഷത്തിൽ ഞാനും പിടിക്കാതിരിക്കുവോ? ഇതിനിടയിൽ കല്യാണ പെണ്ണിന്റെ ഇല്ലാത്ത സഹോദരിയുടെ സ്ഥാനത്തിരുന്ന് സദ്യയും കഴിച്ച് ഇല മടക്കിപ്പോയ അവളാണ് എൻ്റെ ഹീറോ. ഞാൻ തീരുമാനിച്ചു, ഇല്ല നിർത്തി. ഇനി അവള് വിളിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആവൂല. പിറ്റേ ദിവസം അവള് വിളിച്ചു, എടി നീ 11 മണിക്ക് ഫ്രീ ആണോ? ഞാൻ ആരാ മോള്? ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ 11:30ക്ക് ഫ്രീ ആവുള്ളൂ. അവള് പറഞ്ഞു, മതി 12 മണിക്ക് നീ ഇല്ലത്ത് വരണം. ഞാൻ 12 മണിക്ക് ഇല്ലത്തെത്തുമ്പോൾ എന്താ കഥ, 2 തേങ്ങയും പിടിച്ച് അവള് നിൽക്കുക. എന്നിട്ട് എന്നോടൊരു ചോദ്യം, ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ വേണോന്ന്. ചമ്മന്തി അല്ലേ ചേട്ടാ, തേങ്ങ അരച്ച പുളിക്കും. ഞാൻ തേങ്ങയും വാങ്ങി തിരിഞ്ഞ് നടക്കുമ്പോണ്ട് ഒരു പിൻവിളി, ആരാന്നാ? ഈ തേങ്ങയുടെ തെങ്ങിന്റെ പറമ്പിലെ വീടിന്റെ ഉടമസ്ഥൻ. എന്നോടൊരു ചോദ്യം, സുരേന്ദ്രൻ മാഷ്ട വീട്ടിൽ ഇത്ര ഗതികേടോന്ന്. 5 മിനിറ്റിനുള്ളിൽ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. വീടെത്തുന്നത് വരെ വകുപ്പ് എന്താന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുടുംബശ്രീയിലെ ചേച്ചിമാര് പറയണ കേട്ടു, തേങ്ങ മോഷണം അത്ര. അതോടെ ഞാൻ തീരുമാനിച്ചു, ഇനിയില്ല, നിർത്തി. ഇനി അവള് വിളിക്കുമ്പോൾ ഞാൻ ഫോണേ എടുക്കണില്ല. ഫോൺ എടുത്താലല്ലേ പ്രശ്നമുള്ളൂ. ഫോണേ എടുക്കണില്ല. അതിൽ പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ നേരിട്ട് വന്ന് കയ്യിൽ 1 കിലോ മത്തി. എന്നിട്ട് ടിൻചേട്ടൻ എന്നോട് ചോദിക്കണേ, മത്തിക്കറിയിലിടാൻ മാങ്ങ വേണമെന്ന്. മത്തിക്കറിയല്ലേ വാങ്ങിട്ട് വെച്ചാൽ പൊളിക്കും. എന്താണ് ഷായിച്ചന്റെ അഭിപ്രായം? പിന്നെ അതാണ് എന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. പ്രലോഭനങ്ങൾ അടിമപ്പെട്ടു പോയതാണ് ഇതുപോലെ. ഞാൻ ഇറങ്ങിച്ചെന്നപ്പോ മാവും മാങ്ങയും തോട്ടിയൊക്കെ റെഡി. അവള് പറഞ്ഞ്, എടി നീ സെന്ററിൽ പിടിച്ച് വലിച്ചോ, ഞാൻ അറ്റത്ത് പിടിച്ച് വലിച്ചോളാം. സംഭവം വലിച്ചു, മാങ്ങ വീണ് അവള് മാങ്ങെടുത്തോണ്ട് ഓടി. എനിക്കുണ്ടാ ഓടാൻ അറിയണ്, അല്ലെങ്കിൽ തന്നെ എന്തിനോടണം. പക്ഷേ ഏകലവ്യം പറഞ്ഞ പോലെ ഞാൻ ആ മാവും മാങ്ങയും മാത്രമേ കണ്ടുള്ളൂ. ആ മാങ്ങയുടെ മാവിന്റെ പറമ്പിലെ വീടിന്റെ ഉടമസ്ഥൻ എന്നോടൊരു ചോദ്യം, സുരേന്ദ്രൻ മാഷക്ക് ഇങ്ങനെയൊരു മോളോ? 5 മിനിറ്റ് പതിവ് പോലെ എൻ്റെ അച്ഛൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇത്തവണ എനിക്ക് വകുപ്പ് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയോ എന്താ വകുപ്പെന്ന്? മാങ്ങാ മോഷണം. ഞാനും വിചാരിച്ചത് അതാണ്. പക്ഷെ സംഗതി മാറിപ്പോയി. ആ മാങ്ങ വീണേൻ്റെ ഒപ്പേ മാവിന്റെ ഒരു പീസും കൂടി വീണായിരുന്നു. ഈ പീസ് എന്ന് വീണതേ അവരുടെ ഷീറ്റ് വലിച്ചെട്ടിയ ശൗചാലയത്തിന്റെ മണ്ടയിലാണ്. 90 കഴിഞ്ഞിട്ടും കാലനെ പറ്റിച്ച് ശൗചാലയത്തിൽ ഒളിച്ചിരിക്കുന്ന അമ്മച്ചിയുടെ നെറ്റത്ത് ഒരു 8 സ്റ്റിച്ച് ജസ്റ്റ് മിസ്, തലയെ കൊള്ളേണ്ടത് നെറ്റത്തുകൊണ്ട്. അവിടെയും ഞാൻ തീരുമാനിച്ചു, ഇല്ല. കാരണം നിസ്സാരമായി പോകാവുന്നൊരു മാങ്ങാ മോഷണം, അത് ഒരു കൊലപാതക കേസിൽ കൊണ്ടെത്തിച്ചോളണം അവളാണ് എൻ്റെ ഹീറോ. ഞാൻ വിചാരിച്ചു, ഇനിയില്ല, ഇനി ഒരു കുരുത്തക്കേടിനും അവളുടെ ഒപ്പം ഞാൻ ഇറങ്ങി പുറപ്പെടൂല. തീരുമാനിച്ച സുരേന്ദ്രൻ മാഷ്ട മോളാണ് ഞാൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവള് പിന്നെയും വന്ന്. പക്ഷെ അതുവരെ കണ്ട അവളായിരുന്നില്ല കേട്ടോ അത്. അവള് പറഞ്ഞെൻ്റെ അടുത്ത്, മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. ഞാനും വിശ്വസിച്ചു പോയി.
അവളുടെ മനസ്സുകൊണ്ടുള്ള ആ ഒരു കുറ്റബോധത്തിന്റെ കുമ്പസാരത്തിന്റെ കുണ്ഠിതപ്പെടലായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അവൾ നന്നായതിന്റെ ഭാഗമായിട്ട് അത്തവണത്തെ വിഷു ഞങ്ങൾ ഗംഭീരാക്കാൻ തീരുമാനിച്ച് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ചറവറ പടക്കം പൊട്ടിക്കാൻ തീരുമാനിച്ചു. ഞാനന്നും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യയായ 5 അടി നീളമുള്ള വടിയുടെ അറ്റത്ത് ഒരു ഓലപ്പടക്കം കുത്തിവെച്ച് മുഖം തിരിച്ച് കണ്ണടച്ച് ചെവി പൊത്തിയാണ് പടക്കം പൊട്ടിച്ചിരുന്നത്. അതിൽ നിന്ന് എന്ത് സുഖമാണ് എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഇന്നും അറിഞ്ഞൂടാ. കാരണം പടക്കം പൊട്ടി ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. എല്ലാം ഒരു വിശ്വാസമല്ലേ നോബി ചേട്ടാ, അതും ഒരു വിശ്വാസം. പക്ഷെ അവൾ അങ്ങനെയല്ല, പാടത്ത് വിത്തെറിയണ പോലെയാണ് ഓലപ്പടക്കം എറിഞ്ഞ് പൊട്ടിക്കണത്. കണ്ടിട്ട് കുതിയായി പോയി എനിക്ക്. എല്ലാം കത്തി തീരാറായി. അവസാനമായപ്പോൾ അവൾക്കൊരു ശങ്ക. ഒരു 2 ഓലപ്പടക്കം എൻ്റെ കൈ തന്നിട്ട് അവൾ പറഞ്ഞു, എടി ഇത് അവസാനത്തേതാണ്, നീ ഇത് കൈ സൂക്ഷിക്കണം, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഒന്നിനു പോയി അവൾ തിരിച്ചെത്തും മുമ്പ് 101 വീട്ടിന്റെ മുറ്റത്തെത്തി. അതായത് ഇവളെറിഞ്ഞ വിത്ത് മുഴുവൻ ചെന്ന് വീണത് അവരുടെ ചായ്പിലായിരുന്നു. നിന്നങ്ങ് കത്തി. അപ്പോഴും അവൾ എൻ്റെ തന്നിട്ട് പോയ 2 ഓലപ്പടക്കം ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത്. തൊണ്ടി മുതൽ ഞാനും ഫയർഫോഴ്സിന്റെ കസ്റ്റഡിയിൽ 5 മിനിറ്റ് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് വന്ന് എന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി. അല്ലെങ്കിലും എനിക്ക് എൻ്റെ അച്ഛനുണ്ടല്ലോ, എനിക്ക് എൻ്റെ അച്ഛൻ മാത്രം മതി. കിട്ടിയായിരുന്നു ഒന്ന്. കുറ്റം പറയാൻ പറ്റൂല, എത്രാന്ന് വെച്ച് സഹിക്കും. മുള്ളാൻ പോയ അവള് മുങ്ങാൻ പോയതാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. അപ്പൊ എന്തായാലും മാൻഡ്രേക്ക് പോലെ അവൾ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോഴാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞത് കറക്റ്റായത്. കൂട്ടുകൂടിയാ കൂടുതൽ കിട്ടും, ഇനിയും കിട്ടും. എന്തായാലും സാരമില്ല. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അവളോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, സഹോദരി മാപ്പ്, കേരളം നിന്നോട് പൊറുക്കട്ടെ, നീ എന്നോട്. ഗ്രീഷ്മ ചേട്ടാ അടിപൊളിയാണ്, താങ്ക് യു. ഗംഭീരമായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് പോരായ്മകളൊന്നും പറയാനില്ല. ഞാൻ നന്നായിട്ട് ആസ്വദിച്ച്. അടിപൊളിയായിരുന്നു. അല്ല, ഞാൻ ആദ്യം ഗ്രീഷ്മ എന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച ആ കൂട്ടുകാരിയുടെ നമ്പർ ചോദിക്കാനായിരിക്കും. ഇല്ല, ഗ്രീഷ്മയുടെ എന്നെ നമ്പർ ചോദിക്കാനാ. അല്ല, ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു. കാരണം നമുക്കൊക്കെ പറ്റിയേക്കണ കുറേ അമളികളൊക്കെ ഉണ്ട്, എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട് ഇതുപോലെ. അപ്പം അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചായിട്ടൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. രസമായിരുന്നു. പിന്നെ ഒരു പെൺകുട്ടി ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ ആ കൂട്ടുകാരനെ ഒന്ന് കാണണം. അല്ല, അവൾ എന്നോട് പറഞ്ഞു കഥയും കഥാപാത്രങ്ങളും തികച്ച് സാങ്കല്പികം ഒന്ന് പറയണമെന്ന് പറഞ്ഞു. അല്ല, ഇത് റിയൽ ആയിട്ട് ഉണ്ടാവും ഒരാൾ. ബാക്കി റിമാർക്ക് ടിൻചേട്ടൻ പറയും. അതൊരിക്കലും ഇല്ല. അല്ല, നമ്മളെപ്പോഴേ ഇപ്പൊ നമ്മളൊക്കെ തന്നെയാണെങ്കിലും ആദ്യമായിട്ടൊരു സ്കിറ്റ് കളിക്കുമ്പോൾ ഒരു ഭയം കിടപ്പുണ്ടാവും അല്ലേ? നമ്മുടെ ഉള്ളിലൊരു കുറെ കളിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കും. നിങ്ങൾ ശരിക്കും ഫസ്റ്റ് പ്രസന്റേഷനാണ്, കാരണം ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ മുഖത്തൊരു ചെറുതായിട്ട് നമുക്കത് പിടിക്കാൻ പറ്റും. കാരണം അടുത്തത് എന്തായിരിക്കും, എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യും. പക്ഷെ ഗ്രീഷ്മയുടെ മുഖത്ത് ആ ഭയം ഉണ്ടായിരുന്നില്ല. കാരണം വേറെ സ്ഥലത്ത് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടാ? ഞാൻ കൊണ്ടുവന്ന കണ്ടന്റ് വേറെ ആയിരുന്നു, അപ്പൊ അത് മാറ്റേണ്ടി വന്നു. പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ഫ്ലോയിൽ ദൈവഭാഗ്യം കൊണ്ട്. തൃശ്ശൂരാണോ? തൃശ്ശൂർ, കൊടുങ്ങല്ലൂര്. അല്ല, അതാ ഇതിനകത്ത് വേറൊരു സംഭവം എന്താണെന്നറിയാമോ? ഈ ഇപ്പം ഞാൻ അവിടെ നിന്നിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഈ മിമിക്രിക്കാർ മാത്രം ഇരിക്കുമ്പോൾ നമുക്ക് പറ്റൂല, ഭയങ്കര പ്രശ്നമായിരിക്കും. എന്ത് കാണിച്ചാലും നമുക്ക് അങ്ങോട്ട് അറ്റം എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് നിങ്ങളുടെ അതേ മത്സരിക്കാതിരിക്കണവരുടെ മുമ്പിൽ തന്നെ ഇതേ പെർഫോം ചെയ്ത് അവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണതിലാണ് അവർ വിജയിക്കുന്നത്. ഞങ്ങൾ കൈയടിക്കണതിലൊന്നുമല്ല. എന്തായാലും നല്ല ഈ കൊണ്ടുവന്ന കണ്ടന്റ് മാറിപ്പോയത് നന്നായി. കാരണം ഞാൻ ഒരു സ്കിറ്റ് കളിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചപ്പോഴാണ് കണ്ണൻ ചേട്ടനൊക്കെ അതേ കണ്ടന്റ് കയറി ഉച്ചക്ക് ചെയ്ത്. അപ്പം ഞങ്ങൾ ഉച്ചക്ക് പുതിയ സ്കിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സ്കിറ്റ് ഇല്ലാണ്ട് രാവിലെ 10 മണി തൊട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത ഒരു സ്കിറ്റാണ് പാഷാണ ഷാജി എന്ന് പറഞ്ഞ സ്കിറ്റ്. ആ സ്കിറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതുപോലെ ഈ വന്ന് കിട്ടണ ഭാഗ്യങ്ങളാണ്. തെറ്റാ. ഗ്രീഷ്മ അടിപൊളിയായിരുന്നു. ഗ്രീഷ്മയുടെ സംഭവം അറിയോ? ഗ്രീഷ്മയെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു. ഗ്രീഷ്മ ഒരു പ്രിയാണോ സിനിമയിൽ അഭിനയിക്കാൻ? നോബിയുടെ വൈഫായിട്ടാണ്. അപ്പോൾ ഒരു ചെറിയ പറ്റൂലെന്ന് പറഞ്ഞു, ചെറിയൊരു ഡേറ്റില്ലായിരുന്നു. അപ്പൊ എന്തോ ഇതായിട്ട് മാറും. ആ പടമായിരുന്നു വാഴ. ഇനി വാഴയല്ല, പന വരും. അല്ല, എന്തായാലും അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. മറ്റേ അമ്മച്ചിയുടെ നെറ്റിയിൽ മറ്റേ മാവിൻ്റെ തടി വീണിട്ട് എംബ്രോയിഡറി തയ്ച്ചോണ്ടിരിക്കുകയാണ് ഇപ്പം. പിടിക്കാം, അത് ഈ ചുളുക്ക് വന്നോണ്ട് ഇങ്ങനെ പിടിച്ച് തയ്ക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ചടങ്ങിലേക്ക് പോവാം. ഏതാ ചടങ്ങേതാ? അപ്പൊ എന്തായാലും 3 പേരെയും പെർഫോമൻസ് കണ്ടില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സംഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ഇത്രയും നാൾ സ്റ്റേജ് പരിപാടി വെച്ചിട്ട് ഇതുപോലെ കൈയടി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും 3 പേരും വളരെ ഗംഭീരമായിട്ട് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട നമ്മുടെ ആ നേരത്തെ നമ്മളൊരു കാര്യം പറഞ്ഞായിരുന്നില്ലേ, നമ്മൾ ടിനിച്ചേട്ടൻ്റെ വക ഒരു പാൽപ്പായസം. അപ്പോൾ ടിനിച്ചേട്ടനെ വിളിക്കാം. ടിനിച്ചേട്ടാ,
ഇവിടെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ ചെറിയൊരു സംഭവമുണ്ട്. ഏത് ഗസ്റ്റ് വന്നാലും ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളായിട്ട് സംവാദമുണ്ട്. ഓ അപ്പൊ ആ സംവാദം നിങ്ങൾ തമ്മിൽ നടക്കട്ടെ. ഞാൻ നോബിയുടെ അടുത്ത് അവിടെ പോയിരിക്കുക, അല്ലെങ്കിൽ നോബി ഒറ്റയ്ക്കിരുന്ന് വളിച്ച് പുളിച്ച് നാശം. മുതലെടുക്കണേണല്ലേ സാജു? അല്ല അങ്ങനെയല്ല, അല്ല ഒരിക്കലും അങ്ങനെ പറയില്ല. ഞങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാര്യം എപ്പോഴും വസ്ത്രത്തിൽ പുതുമ കൊണ്ടുവരും, അതുപോലെ കോമഡിയിൽ പുതുമ വരണം. ഞാനൊരു സ്റ്റാൻഡപ്പ് കോമഡി അല്ല, ഒരു ഗുണപാഠമാണ് നിങ്ങൾക്ക് തരേണ്ടത്. കാരണം വെറുതെ ഒരു കോമഡി പറഞ്ഞു പോണതിന് പകരം ഗുണപാഠത്തിലൂടെ ചോദിക്കണ സൺഡേ സ്കൂളാണോ അത് ചോദിക്കും. രണ്ടനുഭവമാണ് ജീവിതത്തില്. ഒന്നെന്ന് പറയുന്നത് ഒരു സൗദി പ്രോഗ്രാം. അന്ന് അധികം പേര് പോയിട്ടില്ല. ഈ പ്രോഗ്രാം പിടിച്ചത് സുരാജാണ്. സുരാജ് സിനിമയിലൊന്ന് ഭയങ്കര തിരക്കായിട്ട് നിൽക്കുക. അപ്പം ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, സുരാജ് ഐറ്റം നോക്കണ്ടേ? അവിടെ ഐറ്റം ഒന്നും നോക്കണ്ട, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു ഐറ്റം കഴിയുമ്പോൾ തന്നെ മുത്താവ് വരും, പോലീസ് വന്നിട്ട് നിർത്തും. ഇപ്പോഴാണ് സൗദി ഭയങ്കര ഫ്രീ ആയത്. മുത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒരു ഐറ്റം എല്ലാം സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വാ, നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. അപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ പറഞ്ഞു, ഈ അങ്കമാലി എന്ന് പറഞ്ഞാൽ സുഖം, നെടുമ്പാശ്ശേരി എന്ന് വരാം. അങ്ങനെ ഞാൻ അത് ഒഴിവാക്കി. സുരാജ് ഫ്ലൈറ്റിൽ കയറി എത്തി അവിടെ. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറി ബോംബെയിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഈ ഏജൻസ്, അതായത് ഈ ട്രാവൽ ഏജൻറ്റ് കൊണ്ടുവന്നിട്ട് കുറേ പേര് കിടക്കുന്ന സ്ഥലത്തെ എന്നെ കൊണ്ടുവന്ന് കിടത്തിയേക്കണ്. കാലത്താണ് ഫ്ലൈറ്റ് ഇവിടെ കിടന്നോളാൻ. ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് ഈ വിസ കിട്ടാണ്ട് കിടക്കുന്നില്ലേ. ഞാൻ കിടന്നപ്പോൾ ഒരാൾ എൻ്റെ മേത്ത് കാലൊക്കെ വെച്ചേക്കണം, കെട്ടിയൊക്കെ പിടിച്ചിട്ട് കിടക്കണം. ഞാൻ തട്ടി. കുറേ നാളുകളായിട്ട് കിടക്കുന്നവരാണ്. അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നില്ല. മറ്റാൾ അവിടെ എത്തി. മര്യാദ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ എനിക്ക് നേരിട്ട് സൗദിയിലെത്തായിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇവിടെ നിന്ന് എന്തോ ബഹറിനിലോട്ടാണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് ഈ ജോലി കിട്ടാത്തവരോടൊപ്പം ഞാൻ നടക്കാണിങ്ങനെ ബഹറിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് കാണിച്ചത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് 2 ദിവസം അവിടെ കറങ്ങാമെന്നൊക്കെ പറഞ്ഞതാണ്. കറക്റ്റ് സമയത്ത് ഞാൻ ചെന്നെത്തി. പ്രോഗ്രാം തുടങ്ങി. പ്രോഗ്രാം ആദ്യത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ സുരാജ് ഇങ്ങനെ ചോദിച്ചു, മുത്താവ വന്നില്ലല്ലോ. ഐറ്റം വേറെ ഇല്ല, ഒരൊറ്റ ഐറ്റം ഉള്ളൂ. അത് കഴിഞ്ഞ് പാട്ടിട്ട് 2 പാട്ട്, ഒരു മാപ്പിളപ്പാട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഐറ്റം കളിച്ച് 3 ഐറ്റം ഉള്ളൂ കേട്ടോ ആകെ. സ്റ്റാർസിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മുത്താവ വന്നില്ല. 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി പാട്ട്. അടുത്തിടുന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ചെയ്ത ട്രെയിനൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നീടാണ് മനസ്സിലായത് അവിടെ ആ പരിപാടി നടത്തുന്നത് മുത്താവമാരാണ്. അപ്പൊ നമ്മള് ഒരിക്കലും മുത്താവമാരും അവിടുത്തെ മലയാളികളും ചേർന്നിട്ടാണ്. അപ്പൊ മുത്താവ് വരും, മുത്താവ ഫ്രണ്ടിൽ നിന്ന് പരിപാടിയാണ്. അടുത്ത വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിക്കണേ. ലാസ്റ്റ് സത്യം പറഞ്ഞു വെറുതെ അല്ലട്ടാ, ബാക്കിലൊരു മതിലുണ്ടായിരുന്നു. ഞങ്ങൾ ചാടി കടന്നിട്ട് ഒരു കാറിൽ രക്ഷപ്പെട്ട അവിടുന്ന്. പകുതി ഇപ്പോഴും സുരാജിന് പകുതി കാച്ചിട്ടാണ്. അത് നമ്മൾ മുൻവിധിയാണ്, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും നമ്മൾ മുൻവിധിയായിട്ട് പോകരുത്. കാരണം അത് നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോഴും നമ്മൾ കരുതി തന്നെ പോകണമെന്നുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂപ്പിൽ കളിക്കും. അത് നാദർഷയുടെ അനിയൻ സാലി നടത്തുന്ന ട്രൂപ്പാണ്. അന്ന് മൊബൈൽ ഫോൺ അത്ര ഇതല്ല, ഭയങ്കര കാശുള്ളവർക്കൊക്കെയാണ് മൊബൈലുള്ളത്. ഇൻകമിങ്ങിനൊക്കെ കാശുള്ള സമയമാണ്. അപ്പം ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. ഗോവിന്ദ സാറിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അപ്പം നമ്മൾ കൊതിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ചെയിൻ കിട്ടി. അതായത് കൊല്ലത്തൊരു ഷോ ഉണ്ട്, അതിനുശേഷം കൊട്ടാരക്കര. അപ്പോൾ മാർച്ച് 14 കൊല്ലത്ത്. അന്ന് 150-200 രൂപയായിട്ടാണ്. അപ്പം അന്ന് കാശ് കിട്ടുന്നതുകൊണ്ട് അന്ന് മൊത്തം അടിച്ചു പൊളിച്ചു, ആഘോഷമാണ്. കാരണം നാളെ പ്രോഗ്രാം ഉണ്ടല്ലോ. അങ്ങനെ രണ്ടാമത്തെ പരിപാടി മാർച്ച് 15 കൊട്ടാരക്കരയിൽ ഞങ്ങൾ കറക്റ്റ് 4:30 ആയപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ, അലങ്കാരങ്ങളൊക്കെ കാണണം. ഒന്നുമില്ല, ഒരു വീഴ്ച പോലും ഇല്ല അമ്പലത്തിൽ. അപ്പോൾ അവിടെ ഒരു വയസ്സായിട്ടൊരാൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, അല്ല ഇന്നിവിടെ ഉത്സവമല്ലേ? ഇന്നോ? ഏപ്രിൽ 15 പറഞ്ഞു. 1 മാസം മുമ്പ് നമ്മൾ ചെന്നേക്കാം. നിങ്ങൾക്ക് ഇത്രയും സെറ്റിങ്സ് ഉണ്ടാകുന്നു. കാരണം സർക്കസ് ടീമൊക്കെ അങ്ങനെയുള്ള നേരത്തെ വന്ന് സെറ്റ് ചെയ്യുമല്ലോ. ഇത് ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ചെന്നേക്കണേ. സാലി എന്ന് പറഞ്ഞാൽ ഇത്തിരി ബോധക്കുറവുണ്ട് പല കാര്യങ്ങൾ. കാരണം എന്താന്ന് പറഞ്ഞാൽ സാലിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പശു വേണമെന്ന് പറഞ്ഞാൽ പശുവിനെ അപ്പം തന്നെ റെഡിയാക്കും, എല്ലാം പിടിക്കും. ചക്ക വേണമെന്ന് പറഞ്ഞാൽ ചക്ക കൊണ്ടുവരും. ഒരു ബൈക്ക് വേണമായിരുന്നല്ലോ, ആ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഉണ്ട്. എല്ലാ ബിസിനസ്സും ചെയ്യുമായിരുന്നു. അങ്ങനെ അന്ന് അവിടെ നിന്ന് ഞങ്ങൾ പോരുകയാണ്. കാരണം കയ്യിൽ 10 പൈസയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടം ചോദിക്കാൻ കാശില്ല. കാരണം കിട്ടിയ 200 അടിച്ചു തീർത്തല്ല. പിന്നീട് ഏപ്രിൽ 15 ആയപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം മറന്നും പോയി. ഉച്ചയായപ്പോൾ സാലി വിളിച്ചിട്ട് പറയണത്, ഇന്നാണ് ആ പ്രോഗ്രാം, മറ്റന്ന് നമ്മൾ നേരത്തെ ചെന്നില്ലേ? ഞാൻ പറഞ്ഞു 3 മണിയായി, കൊട്ടാരക്കരയിലെത്തണം. ആരെങ്കിലുമൊക്കെ തട്ടി പിടിച്ച് നമുക്ക് കൂട്ടിയിട്ട് അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. 2-3 പേരെയൊക്കെ വിളിച്ച് ഒരു കണക്കിന് അവിടെ എത്തുമ്പോൾ രാത്രി 12 മണിയായി. 7 മണിക്കാണ് പരിപാടി നടക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ സംഘാടകർ പറയണത്, ഇവന്മാർക്ക് എന്ത് വട്ടാണെന്ന് അറിയാൻ പാടില്ല, ഒന്നില്ലെങ്കിൽ വളരെ നേരത്തെ വരും, ഏറ്റവും വൈകി വരും. അന്നാണ് ടൈമിംഗ് എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചത്. കാരണം ടൈമിംഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കോമഡിക്കും ജീവിതത്തിലും. നേരത്തെ വന്നിട്ടും കാര്യമില്ല, വൈകി വന്നിട്ടും കാര്യമില്ല. നമ്മുടെ സമയമുണ്ട്. ആ സമയത്ത് ചെല്ലുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് 1 മാസം മുമ്പ് ചെന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒന്നാമനാവാൻ പോകുന്നില്ല. വൈകി ചെന്നാൽ നമ്മൾ പുറത്താവുകയും ചെയ്യും.
അപ്പൊ ഇതൊരു ഗുണപാഠമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ടിൻചേട്ടൻ ഈ പറഞ്ഞതൊക്കെ എല്ലാവരും ഞങ്ങളുടെ ഒക്കെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. സൂപ്പർ. ഇനിയുണ്ട്, കുറെ ഉണ്ട്. വേറെ കാര്യം എല്ലാ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റം കൊണ്ട് വീട് നിറയും. ഓക്കെ, എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ ടീമിന്റെ ഒരു സ്നേഹ സമ്മാനമുണ്ട്. ചേട്ടാ, അപ്പൊ ഇന്നിവിടെ 3 പേര് പെർഫോം ചെയ്തു. 3 പേരും അങ്ങനെ ഉണ്ടായിരുന്നു. അതെ, ഞാൻ ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ പെടരുത്. കാരണം 3 പേരും ഒരേപോലെ ഉള്ള ചെറിയ ചെറിയ വേരിയേഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷെ എന്തായാലും നമ്മൾ ഈ 3 പേര് പെർഫോം ചെയ്ത് ഒക്കെ ഒരുപോലെ ആണെങ്കിൽ നമുക്ക് പെർഫോമർ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞൊരു ആളെ കണ്ടുപിടിക്കണം, സെലക്ട് ചെയ്യേണ്ടി വരും. അതെന്തായാലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവർ ആ മാർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അവരെ 3 പേരെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ശബരീഷ്, ഗിരീഷ്, ഗ്രീഷ്മ. അപ്പൊ എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് ഞാനും നോബിൻ സറണ്ടർ ആവുക. ബാക്കി ടെൻഷേട്ടൻ പറ. അത് കൊള്ളാലോ. അത് എന്നെ പോലീസാക്കി നിങ്ങൾ. അല്ലല്ല, മാർക്ക് നോക്കുമ്പോൾ നമുക്ക് വയസ്സിന് മൂത്തോരെ കൊണ്ടുവരാൻ നോക്കിപ്പിക്കണ്ടേ? അതുകൊണ്ടാണ്. അതിന് അങ്ങനെ തന്നെ വേണ്ടേ? ആദ്യം നമുക്ക് ശബരീഷിന്റെ അടുത്ത് ഫസ്റ്റ് ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞല്ലോ പെങ്ങളെ കെട്ടിച്ചേരാന്ന് പറഞ്ഞത്. അന്ന് ഓപ്പൺ ചെയ്യൂ. 83. ശബരീഷ് 83. അടുത്തതപ്പോ ജിനീഷ് പറഞ്ഞു 80. ഇനി ഗ്രീഷ്മ ടീച്ചർ. തുറക്കണം അത് പ്രതിഭകളൊരു നിര, ഉണരണം അത് ചിരിയുടെ പുതിയ തിര. ഓ, ഇത്രയും വലുതായിട്ട് കാണിക്കുമെങ്കിൽ എന്നാ കാര്യം. അപ്പൊ എന്തായാലും ഈ ഫ്ലോറിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇതിലും കുറച്ചുകൂടെ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന കേസേ ഉള്ളൂ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം എന്തായാലും അടിക്കാൻ തയ്യാറായിട്ട് തന്നെ വാ. എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്? അവന്റെ പേടി ഞാൻ കെട്ടിക്കൂന്ന് പറഞ്ഞാൽ ശരിയാണ്. ഞാൻ വെറുതെ പറഞ്ഞ എന്റെ പെങ്ങൾ കെട്ടിയ അവർക്ക് വലിയ മോളുണ്ട്. ഓഫായി പോയി പുള്ളി. മോൾക്ക് എത്ര വയസ്സായിരുന്നു അപ്പൊ തന്നെ? വീട്ടിലൊരു ഫയൽ മേടിക്കേണ്ടി ഒരു സർട്ടിഫിക്കറ്റുകൾ. ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദി ഡേ ഗ്രീഷ്മയാണ്. അപ്പൊ ഇനി നമുക്ക് ക്യാഷ് പ്രൈസും കൂടി വേണമെങ്കിൽ പിടിച്ച ഒരറ്റത്ത് 600 രൂപ തരും. അപ്പൊ പുതുമയുള്ള തമാശകളും കഥകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സവാരി ഫാന്റാസ്റ്റിക് കോമഡി.